SSLC മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പറിന് ഫീസ് ഈടാക്കുന്നതിനെതിരെ കണ്ണൂരിൽ പ്രതിഷേധം. കണ്ണൂർ DDE ഓഫീസ് KSU ഉപരോധിക്കുകയാണ്. സജോ ദേവസ്യ കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സജോ, വലിയ പ്രതിഷേധമാണോ KSU നടത്തുന്നത്? വേണു, SSLC മോഡൽ പരീക്ഷയ്ക്ക് ഫീസ് ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെയാണ് KSUവിൻ്റെ കണ്ണൂരിലെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ KSU പ്രതിഷേധം നടത്തുന്നത്. ഇപ്പോഴും ഓഫീസിന് മുന്നിൽ KSU ഉപരോധം തുടരുകയാണ്. അപ്രതീക്ഷിതമായാണ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് KSU പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത്. പിന്നീട് പോലീസ് എത്തി ഓഫീസിൻ്റെ മുൻഭാഗം പൂട്ടി മുന്നിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രതിഷേധം അവസാനിപ്പിക്കാൻ KSU ഏതായാലും തയ്യാറായിട്ടില്ല. അകത്ത് കയറി തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനുള്ള ഡെപ്യൂട്ടി ഡയറക്ടറെ അറിയിക്കാനുള്ള അവസരം വേണം എന്ന ആവശ്യമാണ്. പോലീസ് ഏതായാലും ബലം പ്രയോഗിച്ചുള്ള അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റവും ഉന്തും തള്ളുമൊക്കെ തുടർച്ചയായി നടക്കുന്നുണ്ട്. ബലപ്രയോഗത്തിലേക്കോ അറസ്റ്റിലേക്കോ ഇതുവരെ പോലീസ് കടന്നിട്ടില്ല. അതേസമയം അകത്തേക്ക് പ്രവേശിക്കാനുള്ള KSU പ്രവർത്തകരുടെ ശ്രമത്തെ തടഞ്ഞുകൊണ്ട് പോലീസ് അവിടെ നിലയുറപ്പിച്ചിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിശദീകരണം എന്നത് തുടർച്ചയായി UDF സർക്കാരിൻ്റെ കാലത്തടക്കം സമാനമായ സർക്കുലർ ഇറക്കുകയും 10 രൂപ ഫീസ് പിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇക്കാര്യത്തിൽ വിശദീകരിച്ചത്. പക്ഷേ KSU സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തുകയും അത് തുടരുകയും ഈ ഫീസ് ഈടാക്കാൻ അനുവദിക്കില്ല, അതിൽ പ്രതിഷേധം തുടരും എന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും പഴയ മുൻ വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ കാലത്തിറക്കിയ സർക്കുലറൊക്കെ സർക്കാരും LDF വകുപ്പ് മന്ത്രിയും ഒക്കെ ഉയർത്തിക്കാട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ തീരുമാനം പിൻവലിക്കണം, അങ്ങനെ ഒരു ഫീസ് പിരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ്. അതിൻ്റെ ഭാഗമായുള്ള പ്രതിഷേധമാണ്. ഏതായാലും ഇപ്പോൾ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, കണ്ണൂരിലെ കാര്യാലയത്തിന് മുൻപിലുള്ള പ്രതിഷേധം ഇപ്പോഴും KSU പ്രവർത്തകർ തുടരുകയാണ്. KSU പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് നേരത്തെ ഗേറ്റിന് മുൻപിൽ തടയാൻ പോലീസിന്റെ ശ്രമമുണ്ടായി, വിജയിച്ചില്ല. പ്രവർത്തകർ തള്ളിക്കയറി ഇപ്പോൾ ഈ ഓഫീസിന്റെ മുൻപിലെത്തുകയും പിന്നീട് ഓഫീസിനകത്തേക്ക് കയറാനൊക്കെ ശ്രമിക്കുകയും ചെയ്തിരുന്നു. തടഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ ബഹളവും തർക്കവും ഒക്കെ തുടരുകയുമാണ്. സജോ, ഒരുപാട് പ്രവർത്തകരുണ്ടോ അവിടെ? വേണു, 25ഓളം പ്രവർത്തകരാണ് ഈ സമരത്തിന്റെ ഭാഗമായിരിക്കുന്നത്. ഇപ്പോഴും പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ തോതിലുള്ള തർക്കവും ഉന്തും തള്ളും ഒക്കെ ആയി മാറിയിട്ടുണ്ട്. കയ്യാങ്കളിയുടെ വക്കോളം കാര്യങ്ങൾ എത്തുന്ന നിലയുണ്ട്. പക്ഷേ പോലീസ് ഒരു ബലപ്രയോഗം പോയിട്ടില്ല. അതിന്റെ വളരെ അപ്രതീക്ഷിതമായ ഒരു സമരമായിരുന്നു. വളരെ കുറച്ച് പോലീസുകാരെ മാത്രമേ സ്ഥലത്തേക്ക് എത്തിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളൂ. ഇത്രയും പ്രവർത്തകരെ നീക്കം ചെയ്യാനുള്ള ഒരു അംഗബലം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴില്ല. ഈ ഓഫീസിൽ ഈ DDE ഓഫീസിനകത്ത് ഉദ്യോഗസ്ഥരടക്കം ഉണ്ട്. അങ്ങോട്ടേക്ക് തള്ളിക്കയറി പ്രതിഷേധിക്കുക എന്നതായിരുന്നു KSUവിൻ്റെ ലക്ഷ്യം. അവർ കോമ്പൗണ്ട് കടന്നു വന്ന ഘട്ടത്തിൽ പോലീസിന് തടയാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരെ വളരെ പെട്ടെന്ന് നീക്കം ചെയ്യുക എന്നത് പോലീസിനെ സംബന്ധിച്ച് കഴിയാൻ. ശരി, SSLC മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പറിന് ഫീസ് ഈടാക്കുന്നതിനെതിരെ കണ്ണൂരിൽ KSU പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. DDE ഓഫീസ് ഉപരോധിച്ചുകൊണ്ടാണ് പ്രതിഷേധം. സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.